സത്യം സത്യമായി അരുളിയ തിരുവചനം നിത്യസത്യമായി അരുളിയ ദിവ്യവചനം ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യവചനം സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ, യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ. നിന്നെ സ്നേഹിക്കുന്നതും നിന്നെ സേവിക്കുന്നതും എൻ ജീവിത ഭാഗ്യമേ. നിന്നെ സ്നേഹിക്കുന്നതും നിന്നെ സേവിക്കുന്നതും എൻ ജീവിത ഭാഗ്യമേ. യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ, യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ. എൻ ഭാരം ഏറുമ്പോൾ നീ ഭാരം താങ്ങുവാൻ എൻ ചാരേ വന്നെന്നെ ആശ്വസിപ്പിച്ചിടുന്നു. എൻ ഭാരം ഏറുമ്പോൾ നീ ഭാരം താങ്ങുവാൻ എൻ ചാരേ വന്നെന്നെ ആശ്വസിപ്പിച്ചിടുന്നു. യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ, യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ. ശോധനകൾ വന്നെൻ്റെ ജീവിതത്തിൽ ഏറുമ്പോൾ നല്ല സഖിയായി വന്നെന്നെ ആശ്വസിപ്പിച്ചിടുന്നു. ശോധനകൾ വന്നെൻ്റെ ജീവിതത്തിൽ നല്ല സഖിയായി വന്നെന്നെ ആശ്വസിപ്പിച്ചിടുന്നു. യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ, യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ. നിന്നെ സ്നേഹിക്കുന്നതും നിന്നെ സേവിക്കുന്നതും എൻ ജീവിത ഭാഗ്യമേ. നിന്നെ സ്നേഹിക്കുന്നതും നിന്നെ സേവിക്കുന്നതും
എൻ ജീവിത ഭാഗ്യമേ. യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ, യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സത്യം സത്യമായി എന്ന ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ധന്യനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുന്ന അതിമനോഹരമായ ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകമായ ബൈബിൾ. ദൈവം സ്നേഹമാകുന്നു എന്ന പ്രസ്താവന വിശുദ്ധ വേദപുസ്തകമായ ബൈബിളിൻ്റെ മാത്രം പ്രസ്താവനയാണ്. ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുക മാത്രമല്ല, ദൈവം എങ്ങനെയാണ് പാപികളായ മനുഷ്യവർഗത്തെ സ്നേഹിച്ചത്, തൻ്റെ സ്നേഹം എങ്ങനെയാണ് ദൈവം പ്രകടമാക്കിയത് എന്നും പറയുന്ന അനേക വാക്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിലേറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു വാക്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവസ്നേഹത്തിൻ്റെ 3 പ്രത്യേകതകൾ നമുക്ക് ഈ വാക്യത്തിൽ ദർശിക്കുവാനായിട്ട് സാധിക്കും. ദൈവസ്നേഹത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ദൈവത്തിൻ്റെ സ്നേഹം നൽകുന്ന സ്നേഹമാണ് എന്നതാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. പ്രിയപ്പെട്ടവരെ, തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവരിയിലെ കുരിശിൽ പാപികളായ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. നൽകാതെ, കൊടുക്കാതെ, ത്യാഗം സഹിക്കാതെ ആർക്കും ആരെയും സ്നേഹിക്കുവാനായിട്ട് കഴിയുകയില്ല. സ്നേഹമില്ലാതെയും നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും, നൽകുവാനായിട്ട് സാധിക്കും, ത്യാഗം സഹിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ത്യാഗം സഹിക്കാതെ, കൊടുക്കാതെ, നൽകാതെ ആർക്കും ആരെയും സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല. മാതാപിതാക്കൾ മക്കളോടുള്ള സ്നേഹം എങ്ങനെയാണ് പ്രകടമാക്കുന്നത്? ഭർത്താവ് ഭാര്യയോടുള്ള സ്നേഹം എങ്ങനെയാണ് പ്രകടമാക്കുന്നത്? ഭാര്യ ഭർത്താവിനോടുള്ള സ്നേഹം എങ്ങനെയാണ് പ്രകടമാക്കുന്നത്? നമുക്കറിയാം, ഓരോരുത്തർക്കും ആവശ്യമായ കാര്യങ്ങൾ അതാത് സമയത്ത് അവരുടെ ആവശ്യ നേരത്ത് കൊടുക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള സ്നേഹം വെളിപ്പെടുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. കൊടുക്കാതെ, നൽകാതെ ആർക്കും ആരെയും സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഒരുപക്ഷെ നമുക്ക് പണം കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ലായിരിക്കാം. ഒരുപക്ഷെ നമുക്ക് വസ്തുവകൾ കൊടുത്ത് ആളുകളെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയില്ലായിരിക്കാം. എന്നാൽ നമ്മുടെ വിലയേറിയ സമയത്തിൽ നിന്നും 5 മിനിറ്റ് സമയമെങ്കിലും ചെലവ് ചെയ്യാതെ ആർക്കും ആരെയും സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല. തൻ്റെ ഏകജാതനായ പുത്രനെ ദൈവം നമ്മെ സ്നേഹിച്ചത് തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകിക്കൊണ്ടാണ്. താൻ സ്നേഹിക്കുന്ന, തനിക്ക് ഏറ്റവും വിലയേറിയ തൻ്റെ ഏകജാതനായ പുത്രനെ പാപികളായിരിക്കുന്ന മനുഷ്യവർഗത്തിന് വേണ്ടി നൽകിക്കൊണ്ടാണ് പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം നൽകുന്ന സ്നേഹമാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ സ്നേഹത്തെ എങ്ങനെയാണ് പ്രകടമാക്കിയത് എന്ന് നാം വായിക്കുന്നുണ്ട്. അതും നൽകുന്ന സ്നേഹമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ തൻ്റെ പ്രാണനെ നമുക്ക് വേണ്ടി വച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു തൻ്റെ പ്രാണനെ നമുക്ക് വേണ്ടി നൽകിക്കൊണ്ടാണ് നമ്മെ സ്നേഹിച്ചത്. പിതാവായ ദൈവം തൻ്റെ പുത്രനെ നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിച്ചപ്പോൾ തൻ്റെ പ്രാണനെ നമുക്ക് വേണ്ടി നൽകിക്കൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു നമ്മെ സ്നേഹിച്ചത്. കർത്താവായ യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞതായിട്ട് നമുക്കറിയാം: സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. താനത് പ്രസംഗിക്കുക മാത്രമല്ല, തൻ്റെ ജീവനെ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് വേണ്ടി നൽകിക്കൊണ്ട് മനുഷ്യവർഗത്തെ താൻ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം തൻ്റെ മരണത്തിലൂടെ തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകിക്കൊണ്ട് തൻ്റെ പ്രാണനെ നമുക്ക് വേണ്ടി വെച്ച് തന്നുകൊണ്ട് താൻ പ്രകടമാക്കി എന്നാണ് നമുക്ക് ആ വാക്യത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തൻ്റെ പ്രാണനെ വെച്ചു കൊടുക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നറിഞ്ഞപ്പോൾ കർത്താവായ യേശുക്രിസ്തു
തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി വെച്ചു തരുവാൻ, നമുക്ക് വേണ്ടി യാഗമായി തീരുവാൻ കർത്താവായ യേശു ക്രിസ്തു മനസ്സ് വെച്ചു. സ്വർഗം വിട്ട് അദ്ദേഹം ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഗെത്സമന മുതൽ കാൽവരിയോളം താൻ അനുഭവിക്കേണ്ട സർവ്വ കഷ്ടങ്ങളും നമുക്ക് വേണ്ടിയിട്ട് താൻ അനുഭവിക്കുവാനായിട്ടുള്ള കാരണം നമ്മോടുള്ള സ്നേഹമായിരുന്നു എന്ന് നമുക്കറിയാം. വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു നിർത്തിയത് കാരിരുമ്പാണികളുടെ ബലമല്ല, നമ്മോടുള്ള സ്നേഹമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ കാൽവരിയിലെ ക്രൂശിൻ്റെ ചുവട്ടിലൂടെ കടന്നുപോയ മനുഷ്യർ നിന്നെ തന്നെ രക്ഷിക്കുക, നീ ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് ആക്രോശിച്ചപ്പോൾ കർത്താവിന് ഇറങ്ങി വരുവാനായിട്ട് തീർച്ചയായിട്ടും കഴിയുമായിരുന്നു എന്ന് നമുക്കറിയാം. കടലിൻ്റെ മീതെ നടന്നവന്, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവന്, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവന്, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചവന്, പിറവിയിലെ കുരുടനായിരുന്ന ആളുടെ കണ്ണ് തൊട്ട് സൗഖ്യമാക്കിയവന് കാൽവരിയിലെ കുരിശിൽ നിന്നും ഇറങ്ങി വരുവാനായിട്ട് തീർച്ചയായിട്ടും കഴിയുമായിരുന്നു. എന്നാൽ അവൻ ഇറങ്ങി വരാതിരുന്നത് നമ്മളോടുള്ള സ്നേഹനിമിത്തമായിരുന്നു. നാം നിത്യനരകത്തിൽ പോകാതിരിക്കുവാൻ വേണ്ടി നമ്മുടെ നരകയാതന നമുക്ക് പകരം കാൽവരിയിലെ ക്രൂശിൽ താൻ അനുഭവിച്ച് തീർക്കുകയായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു നമ്മളുള്ള സ്നേഹനിമിത്തം കാൽവരിയിലെ കുരിശിൽ തൻ്റെ ജീവനെ നമുക്ക് വേണ്ടിയിട്ട് വച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, നാം വായിച്ചതുപോലെ അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വച്ചു കൊടുത്തതിനാൽ നാം സ്നേഹമെന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. പിതാവായ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകിക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവനെ നമുക്ക് പകരം നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിച്ചു. ഈ ദൈവസ്നേഹത്തോട് നന്ദി കാണിക്കുവാൻ, ഈ ദൈവസ്നേഹത്തോട് പ്രതികരിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവസ്നേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്നതാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അവിടെ ലോകത്തെ സ്നേഹിച്ചു എന്നുള്ള പ്രസ്താവനയാണ് എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സ്നേഹം അത്ര ഉന്നതമാണ് എന്ന് പറയുവാനായിട്ട് കാരണമായിട്ട് തീർന്നത്. പ്രിയപ്പെട്ടവരെ, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ, ദരിദ്രനെന്നോ ധനവാനെന്നോ വ്യത്യാസമില്ലാതെ, കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ലാതെ, അവർണനെന്നോ സവർണനെന്നോ വ്യത്യാസമില്ലാതെ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇവിടെയാണ് ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും തമ്മിൽ വ്യത്യസ്തമായിരിക്കുന്നത്. മനുഷ്യർക്ക് തങ്ങൾക്കിഷ്ടമുള്ളവരെ മാത്രമേ സ്നേഹിക്കുവാനായിട്ട് താല്പര്യമുള്ളൂ. എന്നാൽ ദൈവസ്നേഹം വ്യത്യസ്തമാണ്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവസ്നേഹം മനുഷ്യസ്നേഹത്തിൽ നിന്നും ഏറ്റവും ഉന്നതമായിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുവാനായിട്ട് മനസ്സുള്ളവനാണ്. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാനായിട്ട് മനസ്സുള്ളവനാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമര്യ സ്ത്രീയോട് കുടിക്കുവാൻ വെള്ളം ചോദിക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അക്കാലത്ത് യഹൂദനും ശമര്യനും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലെ സാമൂഹിക വ്യവസ്ഥിതിയെ തകിടം മറിച്ചുകൊണ്ട് ഒരു ശമര്യ സ്ത്രീയോട് കുടിക്കുവാൻ വെള്ളം ചോദിക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ കാലഘട്ടത്തിലെ ആ വ്യവസ്ഥിതിയെക്കുറിച്ച് ശമര്യ സ്ത്രീയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു യഹൂദനായിരിക്കുന്ന നീ ശമര്യ സ്ത്രീയായ എന്നോട് കുടിക്കുവാൻ വെള്ളം ചോദിക്കുന്നുവോ എന്നാണ് ആ ശമര്യ സ്ത്രീ കർത്താവിനോട് ചോദിച്ചത് എന്ന് നമുക്ക് ആ വേദഭാഗത്ത് വായിക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, യഹൂദനെന്നോ ശമര്യനെന്നോ വ്യത്യാസമില്ലാതെ, ജാതീയനെന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ലാതെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിഞ്ഞു. അത് തൻ്റെ ജീവിതത്തിലൂടെ തെളിയിക്കുവാനായിട്ട് തനിക്ക് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരാശയം ശത്രുക്കളെ സ്നേഹിച്ചു എന്നാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ച്, ദൈവത്തോട് മറുതലിച്ച്, ദൈവത്തെ ധിക്കരിച്ച്, ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ച് പാപം ചെയ്ത് ദൈവത്തോട് എതിർത്ത് ജീവിക്കുന്ന ആളുകളാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശത്രുക്കളായി തീർന്ന
പാപികളായിരിക്കുന്ന മനുഷ്യവർഗത്തെയാണ് കർത്താവായ യേശു ക്രിസ്തു സ്നേഹിച്ചത്. റോമാലേഖനം അതിൻ്റെ 5-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമുക്കത് വായിക്കുവാനായിട്ട് സാധിക്കും. നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ നിരപ്പ് വന്നു. നാം ദൈവത്തിൻ്റെ ശത്രുക്കളാണെന്നറിഞ്ഞിട്ടും നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ ചിന്തകൾ അറിഞ്ഞിട്ടും ദൈവം നമ്മെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം ശത്രുക്കളെ സ്നേഹിക്കുന്ന സ്നേഹമാണ്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ചിന്തിച്ചത് ദൈവസ്നേഹം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്നേഹമാണ് എന്നാണ്. മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ദൈവം സ്നേഹിക്കുന്നു. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്ന നമ്മെയും ദൈവം സ്നേഹിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ചിന്തിച്ചത് ദൈവസ്നേഹം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്നേഹമാണ് എന്നാണ്. സമൂഹത്തിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ദൈവത്തിൻ്റെ സ്നേഹം ഉൾക്കൊള്ളുന്നു എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ച് ദൈവത്തോട് മറുതലിച്ച് നീചപാപികളായി തീർന്ന മനുഷ്യവർഗത്തെ ദൈവം സ്നേഹിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ മനുഷ്യൻ്റെ സ്നേഹത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. മനുഷ്യർക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയില്ല. മനുഷ്യർ തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ മാത്രം സ്നേഹിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. മനുഷ്യർക്ക് ഒരിക്കലും ശത്രുക്കളെ സ്നേഹിക്കുവാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ടാണല്ലോ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ എന്ന്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ സ്നേഹത്തേക്കാൾ എത്രയോ ഉന്നതമായിട്ടുള്ള സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ദൈവസ്നേഹത്തോട് പ്രതികരിക്കുവാൻ, നന്ദിയുള്ളവരായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവസ്നേഹത്തിൻ്റെ 3-ാമത്തെ പ്രത്യേകത ദൈവത്തിൻ്റെ സ്നേഹം എന്നേക്കുമുള്ള സ്നേഹമാണ് എന്നതാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ നൽകുവാൻ തക്കവണ്ണം എന്ന പ്രയോഗമാണ് ദൈവത്തിൻ്റെ സ്നേഹം നിത്യമായ സ്നേഹമാണ്, അല്ലെങ്കിൽ എന്നേക്കുമുള്ള സ്നേഹമാണ് എന്ന് പറയുവാനായിട്ട് കാരണമായിട്ട് തീരുന്നത്. മനുഷ്യൻ്റെ സ്നേഹത്തെക്കുറിച്ച് നാം ചിന്തിച്ചാൽ, മനുഷ്യരുടെ സ്നേഹം ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യുവാനായിട്ട് സാധ്യതയുണ്ട്. ഈ ലോകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്നേഹമാണ് മനുഷ്യൻ്റെ സ്നേഹം. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം നിത്യതയോളം തുടരുന്ന സ്നേഹമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ സ്നേഹിച്ചത് നിത്യസ്നേഹം കൊണ്ടാണ് എന്ന് യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നിത്യനായതുകൊണ്ട് സ്ഥലകാല ബന്ധിതമല്ലാതെ ദൈവത്തിൻ്റെ സ്നേഹവും നിത്യമാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പ്രിയമുള്ളവരെ, നാം ഇതുവരെ ചിന്തിച്ചത് ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ സ്നേഹം നൽകുന്ന സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം എന്നേക്കും ഉള്ള സ്നേഹമാണ്. പ്രിയപ്പെട്ടവർ, ദൈവം നമ്മെ ഇത്രമാത്രം സ്നേഹിച്ചെങ്കിൽ ആ ദൈവസ്നേഹത്തിന് തീർച്ചയായിട്ടും ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്തെന്ന് ആ വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്നാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിച്ച് നാം ഓരോരുത്തരും നിത്യജീവൻ പ്രാപിക്കണം എന്നാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. ദൈവത്തിൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തുവും പറഞ്ഞതിങ്ങനെയാണ്, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ പ്രാപിക്കണം എന്നാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പിതാവിൻ്റെ ഇഷ്ടം എന്തെന്നറിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് നിത്യജീവൻ്റെ ഉടമകളായി തീരുവാനായിട്ട് ഉത്സാഹിക്കാം. അതിന് കർത്താവായ യേശു ക്രിസ്തു ആരാണെന്നറിയണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി യാഗം എന്തിനാണെന്നറിയണം. ആ കാൽവരി യാഗത്തിൽ നാം ആശ്രയിക്കണം. കർത്താവായ യേശു ക്രിസ്തു ത്രിയേക ദൈവത്തിൽ രണ്ടാമനായ പുത്രൻ തമ്പുരാനാണ്. അദ്ദേഹം കാൽവരിയിലെ ക്രൂശിൽ യാഗമായി തീർന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടാണ്. നമ്മുടെ പാപത്തിൻ്റെ കുറ്റവും ശിക്ഷയുമാണ് അദ്ദേഹം ഏറ്റെടുത്തത്. നാം ഈ കാൽവരിയിലെ യാഗത്തിൽ വിശ്വസിക്കുകയും കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ യാഗമായി തീർന്നത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ഹൃദയംഗമമായി വിശ്വസിക്കുകയും എനിക്ക് വേണ്ടി കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ച് യേശുവിനെ ഹൃദയത്തിലേക്ക് രക്ഷകനായിട്ട് അംഗീകരിക്കുകയും ചെയ്താൽ ഞാനും നിങ്ങളും നിത്യജീവൻ്റെ ഉടമകളായിട്ട് തീരും. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട്
കർത്താവിൻ്റെ സ്നേഹത്തോട് നാം പ്രതികരണം ഉള്ളവരായി തീരണമെങ്കിൽ ഈ കർത്താവിൽ വിശ്വസിക്കുക. വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ കർത്താവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ എന്നെ ശ്രമിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ஆயிரங்கள் பார்த்தாலும் கோடிசனோ இருந்தாலும் உம்மை விட அழகு இன்னும் கண்டுபிடிக்கலே. ஆயிரங்கள் பார்த்தாலும் கோடிசனோ இருந்தாலும் இயேசுவை போல் அழகு இன்னும் கண்டுபிடிக்கலே. நான் உங்களை மறந்த போதும் நீங்க என்னை மறக்கவில்லை. நான் கீழே விழுந்த நீங்க என்னை விட்டு கொடுக்கலை. அட மனுஷ மறந்த நீங்க என்னை தூக்க மறக்கலை. உம்மை ஆராதிப்பேன் அழகே, என்னை மன்னிக்க வந்த அழகே. உம்மை பாட உம்மை புகழ ஒரு நாவு பத்தலே. உம்மை ஆராதிப்பேன் அழகே, என்னை மன்னிக்க வந்த அழகே. உம்மை பாட உம்மை புகழ ஒரு நாவு பத்தலே. காசு பணம் இல்லாமே, முகவரி இல்லாமே, தனிமையில் நான் அழுதது நீர் மறக்கலே. காசு பணம் இல்லாமே, முகவரி இல்லாமே, തനിമയിൽ ഞാൻ അഴുതത്. വളരെ നല്ല സന്ദേശമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ മറ്റാരും നമ്മെ സ്നേഹിച്ചിട്ടില്ല. യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യം നാം വായിക്കുന്ന ഇങ്ങനെയാണ്: നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രാശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം മനുഷ്യരായ നമ്മെ സ്നേഹിച്ചത് തൻ്റെ ഏകജാതനായിരിക്കുന്ന പുത്രനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടാണ്. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി മരിക്കുവാൻ നൽകിക്കൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ സ്നേഹിച്ചത്. പ്രിയപ്പെട്ടവരെ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ സ്വർഗത്തിലെ പിതാവായ ദൈവം എന്തിനാണ് അയച്ചത്? അതിൻ്റെ ഉത്തരം ഇതാണ്: പാപിയായിരിക്കുന്ന മനുഷ്യരുടെ അവരുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. പാപിയായിരിക്കുന്ന മനുഷ്യന് സ്വർഗത്തിൽ പോവുക എന്നുള്ളത് അസാധ്യമാണ്. എന്നാൽ അവൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി അവനെ സ്വർഗരാജ്യത്തിന് അവകാശിയാക്കി തീർക്കുക എന്നുള്ളതാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ അവൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അയച്ചു. അതേ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി താണ് ഇറങ്ങി വന്ന് 33.5 വർഷക്കാലം യാതൊരു പാപവും ചെയ്യാതെ നീതിമാനായി ജീവിച്ച് അതേ ഒടുവിൽ പിതാവിൻ്റെ ഇഷ്ടത്തിനായി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് അതേ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് തൻ്റെ ശരീരത്തെ ക്രൂശിൽ ഒരു പ്രായശ്ചിത്ത ബലിയായി, പാപപരിഹാര യാഗമായി തൻ്റെ രക്തത്തെ ക്രൂശിൽ ഒഴുക്കി ദൈവം നമ്മെ സ്നേഹിച്ചു. ഒരു മേശയ്ക്ക് ചുറ്റും പല വിഭവങ്ങളായിരിക്കുന്ന ആഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചു എന്ന് വിചാരിച്ച് നമ്മുടെ വിശപ്പ് മാറുകയില്ല. മറിച്ച് നാം അതെടുത്ത് കഴിക്കുമ്പോഴാണ് നമുക്ക് വിശപ്പ് മാറുന്നത്. എന്നതുപോലെ കാൽവരി ക്രൂശിൽ സ്വർഗത്തിലെ ദൈവം മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ അതേ പാപപരിഹാര യാഗം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അത് വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ആ ക്രൂശിനെ നോക്കിക്കൊണ്ട് നാം ഓരോരുത്തരും വ്യക്തിപരമായി ആ ക്രൂശിൽ വിശ്വസിക്കുകയും ആ കർത്താവിനെ വ്യക്തിപരമായി ജീവിതത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് കർത്താവ് ക്രൂശിൽ മരിച്ചതിൻ്റെ പ്രയോജനം വാസ്തവമായി നമുക്ക് ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തല്ലാതെ ആരും രക്ഷിക്കപ്പെടുകയില്ല. പ്രവൃത്തികൾ കൊണ്ടോ കൂതാശകൾ കൊണ്ടോ പ്രാർത്ഥനകൾ കൊണ്ടോ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത് പോലെ കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല,
ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം വഴിയാണ് നമുക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത്. എന്താണ് വിശ്വസിക്കേണ്ടത്? കർത്താവ് മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ്, ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷകളാണ് കർത്താവ് അനുഭവിച്ചത് എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ നമുക്ക് രക്ഷയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് വെറുതെ പറയുന്നൊരു വാക്കമല്ല, മറിച്ച് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ നമുക്ക് നൽകുന്ന ഉറപ്പാണ്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഇന്ന് തന്നെ ഈ കർത്താവിൽ വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതങ്ങളെ അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും രക്ഷ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന അങ്ങയുടെ വചനത്തിനായി നന്ദിയോട് സ്തോത്രം. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് ഞങ്ങൾ കേട്ടു. ആ കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ നോക്കിക്കൊണ്ട് വ്യക്തിപരമായി ഞങ്ങൾ ഓരോരുത്തരും അതിൽ വിശ്വസിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രയോജനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്നത് എന്ന് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി, പാപത്തിൻ്റെ ശുദ്ധീകരണത്തിനായി ശാശ്വതമായിരിക്കുന്ന ഒരു ക്രമീകരണം ദൈവം വെച്ചിട്ടില്ല എന്നുള്ളത് ദൈവജനത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് രക്ഷയും സമ്പൂർണ്ണമായിരിക്കുന്ന പാപമോചനവും ഉണ്ട് എന്നുള്ളത് എത്രയോ സന്തോഷകരമായിരിക്കുന്ന വാർത്തയാണ്. കർത്താവെ, ഇന്ന് വചനം കേട്ട എല്ലാ ഹൃദയങ്ങളെയും അവിടുന്ന് അവരോട് കർത്താവ് സംസാരിക്കണമേ, ഈ വചനങ്ങൾ അവർക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ, അവരുടെ ഹൃദയത്തിൽ വിശ്വാസമായി അത് പരിണമിക്കുവാൻ അവിടുന്ന് പ്രവർത്തിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി ഞങ്ങളുടെ സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ.